ഈ സന്ധ്യാസമയത്ത് ദൈവാലയത്തിലേക്ക് വന്നു ചേരുവാൻ ഈ സന്ദർഭത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിന് എല്ലാ മഹത്വവും സ്തോത്രവും അർപ്പിക്കുകയും ചെയ്യുന്നു. ഇവാഞ്ചലിയോൺ മിനിസ്ട്രീസിൻ്റെ മ്യൂസിക് പ്രോഗ്രാമിൻ്റെ 32ാമത് എപ്പിസോഡാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ 31 എപ്പിസോഡും വളരെ അനുഗ്രഹപ്രദമായി തുടരുവാൻ സഹായിച്ചു. അനേക ദൈവജനത്തിന്റെ പ്രാർത്ഥന ഇതിന് പിൻബലമായി ഇരുന്നു. ധാരാളം ആളുകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കിടുവാനും ഈ ശുശ്രൂഷയ്ക്ക് പിൻബലമായി നല്ല നിർദ്ദേശങ്ങൾ നൽകുവാനും ഇടയായിത്തീരുന്നു. ഇത് തുടരുവാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾക്ക് അറിയുവാൻ ഇടയാകുന്നു. ഇന്നും ആ നിലയിൽ വളരെ സന്തോഷത്തോടും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടും കൂടെ ഈ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ ഒരുക്കപ്പെട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളേവരും ഈ ശുശ്രൂഷയോടൊത്ത് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഏവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ശുശ്രൂഷ ഞങ്ങളുടെ സ്വീകരിച്ച് വന്നിട്ടുള്ള പ്രിയപ്പെട്ടവരെ ഒരു വാക്കിൽ പരിചയപ്പെടുത്തുന്നു. കർത്താവിന്റെ കരങ്ങളിൽ ഈ നാളിലെടുത്ത് ഉപയോഗിക്കുന്ന ഒരു ദൈവഭക്തനാണ്. അദ്ദേഹത്തിൽ കൂടി അനുഗ്രഹിക്കപ്പെട്ടതായ ഗാനങ്ങൾ കേൾക്കുവാൻ ഇടയായിത്തീരുന്നതാണ്. കർത്താവിന്റെ ദാസനെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഗാനങ്ങൾക്ക് പശ്ചാത്തലം പറയുന്നതിനായും അപ്പോൾ തന്നെ ലഘു സന്ദേശം അറിയിക്കുന്നതിനായിട്ടും ഇവിടെ എത്തിയിട്ടുള്ളത് കർത്താവിൽ പ്രസിദ്ധനും കർത്താവിൻ്റെ ദാസനും വേലക്കാരനുമായ സുവിശേഷൻ സിജി വർഗീസ് കൊട്ടാരക്കര അവരുകളാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ ശുശ്രൂഷയ്ക്ക് ഏറ്റവും അനുഗ്രഹം തന്നെയാണ്. യുവ സുവിശേഷന്മാരുടെ ഇടയിൽ വളരെ സന്തോഷത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ദേവദാസൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ഇവിടെ ലഭിച്ചതിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസനെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയമകൻ സുജിത് സുനിൽ കൊട്ടാരക്കരയാണ്. പ്രിയമകനെ ദൈവം നൽകിയ കഴിവിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അനേക ഇടങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിന് മുഖത്തിനായി ചെയ്തു വരുന്നു. അദ്ദേഹത്തെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. പ്രിയമകനെ കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷ നിങ്ങൾ കാണത്തക്കവണ്ണം ക്യാമറ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സുനിൽ കൊട്ടാരക്കരയാണ്. താൻ ഒരു ഗായകൻ കൂടിയാണ്. ഈ ശുശ്രൂഷയിൽ മുമ്പ് പങ്കാളിയായിട്ടുണ്ട്. അദ്ദേഹവും ഈ ശുശ്രൂഷയ്ക്ക് ഒരു പിൻബലമായി തന്നെ ഇരിക്കുന്നു. പ്രിയ സഹോദരനെയും ഈ ശുശ്രൂഷയ്ക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് പ്രത്യേക മഴയുടെ പ്രയാസങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടായിരുന്ന ക്ഷമിക്കുകയും സഹകരിക്കുകയും ചെയ്യേണ്ടതാണ്. കർത്താവ് എല്ലാം അനുകൂലമായി നൽകട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കട്ടെ. ഒരു തടസ്സം കൂടാതെ ശുശ്രൂഷ മുന്നോട്ട് പോകാൻ നോക്കണം. കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ ജീവറീസ് അവർ പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിക്കുകയും തുടർന്നുള്ള ശുശ്രൂഷകൾ അദ്ദേഹം തന്നെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതായിരിക്കും. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. നമുക്ക് ഏവർക്കും കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഈ പരിമിതി നിറഞ്ഞ ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ പരിമിതിക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ കർത്താവെ, അങ്ങയുടെ മാറ്റമില്ലാത്ത സന്ദേശവും കർത്താവെ, അങ്ങയുടെ ആ ഗാനങ്ങൾ, സ്തുതിസ്തോത്രങ്ങൾ അടങ്ങുന്ന ഗാനങ്ങൾ ഞങ്ങൾക്ക് വിളിച്ചറിയിപ്പാനൊക്കെ കർത്താവ് കൃപ നൽകുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അതിനായിട്ട് കർത്താവ് ഇവാഞ്ചലിയോൺ എന്ന മിനിസ്ട്രീസിനെ അങ്ങ് ഒരുക്കുന്നതിനായിട്ട് നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അതിന് ചുമൽ കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കട്ടെ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തട്ടെ. ലോകമെമ്പാടും ഇരുന്ന് കർത്താവെ കേൾക്കുന്ന കാണുന്ന
എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് കർത്താവെ പാട്ടുകൾ കേൾക്കുമ്പോൾ അവരുടെ ഹൃദയത്തിന് ആശ്വാസം കണ്ടെത്തുവാനും, കർത്താവെ അങ്ങയുടെ വചനം കേൾക്കുമ്പോൾ ദൈവത്തെ കൂടുതലായിട്ട് അറിയുവാനും, ആരെങ്കിലും കർത്താവിനെ അറിയാത്തതായി ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ നല്ല കർത്താവിനെ സ്തോത്രം, കൃപകൾക്കായിട്ട് സ്തോത്രം. അതിനാൽ അനുകൂലമായ കരങ്ങളിലെ അങ്ങ് ഇരിച്ചതിനായി നിങ്ങൾക്ക് വേണ്ടി ജീവനിച്ച കർത്താവായ യേശുവിന്റെ ും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്ന് ഞങ്ങളെ പ്രിയപ്പെട്ടവരെയും ഇവാഞ്ചലിസ്റ്റ് മിനിസ്ട്രി ഞങ്ങൾ ഹൃദയമായി പാട്ടുകൾ അത് നമ്മുടെ ഹൃദയത്തിൽ അർപ്പിക്കുന്നതാണ്, നമ്മുടെ ആശ്വാസവും സന്തോഷവും നൽകുന്നതാണ്. ഇതുപോലെ മറ്റൊന്നില്ല. വിഷമസ്ഥിതികളിൽ നാം കേൾക്കുകയാണെങ്കിൽ, അല്ല സന്തോഷവേളകളിൽ നാം കേൾക്കുകയാണെങ്കിൽ തീർച്ചയായും ഹൃദയത്തിന് ആശ്വാസം തന്നെ ലഭിക്കും. യാതൊരു മാറ്റവുമില്ല, സംശയവുമില്ല. പ്രത്യേകാലം നമുക്കറിയാം, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഞാനും നിങ്ങളും. ആ സൃഷ്ടിപ്പായ നാം ഓരോരുത്തരും ദൈവത്തെ പാടി സ്തുതിക്കുക, അവനെ മഹത്വപ്പെടുത്തുക നമ്മുടെ ഏവരുടെയും കടമയും കടപ്പാടുമാണ്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടുന്നത്, പാടും ഞാൻ യേശുവിന് ജീവൻ പോവോളം നന്ദിയോടെ, എൻ്റെ ജീവൻ പോവോളം നന്ദിയോടെ ഞാൻ സ്തുതിക്കും. പിന്നീട് കേൾക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്താവെ കാട്ടു അങ്ങത്തോളം നല്ലൊരു പാടും ഞാനേശുവിന ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ. പാടും ഞാനേശുവിന ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ.
നന്ദിയോടെ. കൺമണി പോലെന്നെ ഭദ്രമാ നിത്യവും കാവൽ ചെയ്തിടാമെന്നും തൻ്റെ കണ്ണുകൊണ്ടെന്നെ എൺപത്തിനാലാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് പ്രകാരമാണ്: സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുന്നത് അത് ഏറെ കാരണമായി തീർന്നു. എൻ്റെ സന്നിധിയിൽ ഇരുന്നപ്പോഴല്ലേ എനിക്കും നിങ്ങൾക്കും ഹൃദയത്തിന് ആശ്വാസം കണ്ടെത്തുന്നു. അതെത്രയോ മനോഹരമാണ്. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് പാട്ടുകാരന് പാടുവാനായിട്ടുള്ളത്. സേനയിൻ അധിപൻ ദേവനിൽ അതിയായി എന്ന് തുടങ്ങുന്ന ഗാനം. അതിൽ താഴേക്ക് പാടുമ്പോൾ പാട്ടുകാരൻ പാടുന്ന ഇങ്ങനെയാണ്: കണ്ണുനീർ താഴ്വരെ അതിൽ അതുവഴി ഞാൻ പോയാലും അനുഗ്രഹത്തിൻ്റെ മുൻമഴയായി കർത്താവ് എന്നോടൊപ്പമുണ്ട്. കഴിഞ്ഞ നാളുകളിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ഞാനും നിങ്ങളും ചിന്തിച്ചു പോയ സന്ദർഭങ്ങളിൽ സ്വർഗത്തിലെ നിത്യദൈവം നമ്മെ ഓരോരുത്തരെയും കരം പിടിച്ച് വഴി പറഞ്ഞു തന്ന് മുന്നോട്ട് നടത്തിയില്ലേ? അതെത്രയോ അനുഗ്രഹമാണ്. ആയതിനാൽ പ്രിയ കർത്തദാസൻ ഈ ഗാനം ആലപിക്കുമ്പോൾ, പ്രിയ കർത്തദാസൻ അവർകൾ ഈ ഗാനം ആലപിക്കുമ്പോൾ അറിയാവുന്ന പ്രിയവർക്ക് പ്രിയദാസനോട് ചേർന്ന് മനസ്സിലെങ്കിലും മൂളിക്കൊണ്ട് ദൈവത്തിന് എന്നോടൊപ്പമുണ്ടല്ലോ, യഥാർത്ഥമായ കർത്താവ് എന്നോടൊപ്പമുണ്ടല്ലോ, ആയതിനായിട്ട് നന്ദിയോടെ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് ഈ പാട്ടിനെ നമുക്ക് ചേർന്ന് പാടാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രിയ കർത്തദാസൻ നമുക്കായി ഈ ഗാനം ആലപിക്കുന്നു. വളരെ ശ്രദ്ധാപൂർവമായിരിക്കാം. ദൈവം സഹായിക്കട്ടെ. ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ? ആയവനേവരിൽ അതിധന്യൻ
അധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ? ആയവനേവരിലും അതിധൻ സേനയിലധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ? ആയവൻ ഏവരിലും അതിധന്യൻ. തനിക്കൊരു വീടും മീവൽ പറവതൻ കുഞ്ഞുങ്ങൾക്കാ നല്ലൊരു കൂടും കണ്ടെത്തിയല്ലോ. കുരുകിൽ തനിക്കൊരു വീടും മീവൽ പറവതൻ കുഞ്ഞുങ്ങൾക്കാ നല്ലൊരു കൂടും കണ്ടെത്തിയല്ലോ. നിൻ തിരുബലിപീഠം തന്നെ നിൻ തിരുബലിപീഠം തന്നെ ധന്യർ നിന്നാലയത്തിൽ വസിപ്പോർ നിത്യം സ്തുതിക്കുമവർ നിന്നെ നിത്യം സ്തുതിക്കുമവർ നിന്നെ. സേനയിലധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ? ബലം നിന്നിലുള്ളോർ ഭാഗ്യം നിറഞ്ഞോർ നിശ്ചയമാണെന്നും താഴ്ച ഭവിക്കുകയില്ലെന്നും. ബലം നിന്നിലുള്ളോർ ഭാഗ്യം നിറഞ്ഞോർ നിശ്ചയമാണെന്നും താഴ്ച ഭവിക്കുകയില്ലെന്നും. ഈ വിധമുള്ളോർ മനസ്സുകളിൽ ഈ വിധമുള്ളോർ മനസ്സുകളിൽ നിർണയമുണ്ടു നിരന്തരമായി. സിയോൻ നഗരി പെരുവഴികൾ സിയോൻ നഗരി പെരുവഴികൾ. സേനയിൽ അധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ? ആയവൻ ഏവരിലും അതിധന്യൻ.
അതുവഴിയായവർ ധ്യാനം ചെയ്യുമ്പോ ആയതുമാർ ജലാശയമായി കണ്ണുനീർ താഴ്വര അതുവഴിയായവർ ധ്യാനം ചെയ്യുമ്പോ ആയതുമാറും ജലാശയമാ മുൻമഴയനുഗ്രഹ പൂർണ്ണമതായി മുൻമഴയനുഗ്രഹ പൂർണ്ണമതായി പ്രാപിക്കും ബലമവർ ബലത്തിനുമേ ചെന്നെത്തുമേ വരും സിയോനിൽ ചെന്നെത്തുമേ വരും സിയോനിൽ സേനയിൻ അധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ ആയവൻ ഏവരിലും അതിതൻ യാഹിൻ വാസമൻ അധികാമ്യം യാഹിൻ വാസമൻ അധികാമ്യം വാഞ്ചിച്ചു മോഹിക്കുന്നെന്നുള്ളം ഘോഷിക്കുന്നൻ ഹൃദയം ജഡവും ഘോഷിക്കുന്നൻ ഹൃദയം ജഡവും സേനയിൻ അധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ ആയവൻ ഏവരിലും അതിധന്യൻ നാം വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത് നാം എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും ആ രക്ഷയുടെ സന്തോഷത്തിൽ നമ്മുടെ ജീവിതം നയിക്കണം എന്നുള്ളതുമാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, ആ കർത്താവിനെ കണ്ടെത്തിയവർ തീർച്ചയായും ആ ശാശ്വത നാമത്തെ ആശ്രയിക്കുക തന്നെ ചെയ്യും. ആ കർത്താവ് നമുക്ക് ഒരു പാവന ഹൃദയം നമ്മുടെ ഉള്ളിൽ നൽകും. ആ പാവന ഹൃദയത്തിൽ ഉടമസ്ഥരായി തീർന്നുകൊണ്ട് ദൈവനാമ മഹത്വത്തിനായിട്ട് ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും കഴിയും എന്നുള്ളതിന് മാറ്റമില്ല. എന്നാൽ ഈ അപകടവും പ്രയാസവും കണ്ണുനീരും നിറയുന്ന ഈ ലോകത്തിൽ, ഈ മരുവിൽ കർത്താവേ, നീയാണ് അഗതികളായ ഞങ്ങൾക്ക് ആശ്രയം. കർത്താവേ, ലോക സുഖങ്ങളെല്ലാം വെടിഞ്ഞ് ഞാൻ ദൈവനാമ മഹത്വത്തിനായിട്ട് ഈ ലോകത്തിൽ ജീവിക്കും. ഇതാണ് രക്ഷിക്കപ്പെട്ടവരുടെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, കഴിഞ്ഞ നാളുകളിൽ ഈ നല്ല കർത്താവിനെ ആരെങ്കിലും പ്രിയപ്പെട്ടവർ ഇതുവരെയും സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടില്ല എങ്കിൽ ഈ ഗാനങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ കേൾക്കാം. പ്രിയ കർത്താവ് ശ്രദ്ധയോടെ ആയിരിക്കാം. ദൈവം സഹായിക്കട്ടെ. വത്സലനേശു മഹേശനെ ശാശ്വതമേ തിരുനാമം, ശാശ്വതമേ തിരുനാമം. ആശ്രിത വത്സലനേശു മഹേശനെ ശാശ്വതമേ തിരുനാമം, ശാശ്വതമേ തിരുനാമം.
കാന്തി എന്നിൽ നീ ചിന്തി കന്മഷമാകയകറ്റിയൻ നായക നന്മ വളർത്തണമെന്നും നന്മ വളർത്തണമെന്നും ആശ്രിത വത്സലനേശു മഹേശനെ ശാശ്വതമേ തിരുനാമം ശാശ്വതമേ തിരുനാമം ആശ്രിത വത്സലനേ ക്ഷണികമാണുലകിൽ മഹിമകളറികിൽ ക്ഷണികമാണുലകിൽ മഹിമകളറികിൽ അനുദിനം നിൻ പദതാരിണ തിരയുകിൽ അനന്ത സന്തോഷമുണ്ടോടുകിൽ അനന്ത സന്തോഷമുണ്ടോടുകിൽ ആശ്രിത വത്സലനേ വരുന്നു ഞാൻ തനിയെ എനിക്കു നീ മതിയെ വരുന്നു ഞാൻ തനിയെ എനിക്കു നീ മതിയെ കരുണയിൻ കാതലെ വെടിയരുതകതിയെ തിരുത്തുപ തരണമെൻ പതിയെ തിരുത്തുപ തരണമെൻ പതിയെ ആശ്രിത വത്സലനേശു മഹേശനെ ശാശ്വതമേ തിരുനാമം ശാശ്വതമേ തിരുനാമം ആശ്രിത വത്സലനേ തുടർന്ന് നമുക്ക് ഒരു പ്രത്യാശയുടെ ഗാനം കേൾക്കുവാനായിട്ടിടയായിത്തീരും. പ്രിയ കൃത്തദാസൻ ഈട്ടിക്കൽ കുഞ്ഞുമോൻ അവർകൾ നമുക്കായിട്ട് ആലപിക്കുന്നു. പാട്ടിങ്ങനെയാണ് പാടുന്നത്: പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ. പ്രിയമുള്ളവരെ, ദൈവമക്കൾക്ക് ഒരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ എത്രയോ വലുതാണ്. എനിക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഞാൻ മുഖാമുഖം കാണും. അവൻ്റെ പാദത്തിൽ വീണ് നമസ്കരിക്കുന്ന ദിനം ഏറ്റവും ആസന്നമാണ്. ഈ ലോകത്തിൽ കഷ്ടവും പ്രയാസവും ഒക്കെ ഉണ്ടെങ്കിലും എൻ്റെ പ്രത്യാശാ പുരുഷനെ ഞാൻ കാണും. അതാണല്ലോ ഏറ്റവും വലുത്. നമുക്കറിയാം, ഈ ലോകത്തിൽ അതാണ് വിളിച്ചറിയിക്കുന്നത്. രാജ്യത്തോട് എതിർക്കുന്നു. യുദ്ധങ്ങളും ക്ഷാമങ്ങളും പകർച്ചവ്യാധിയും അവിടെ ഇവിടങ്ങളിലായി ഉണ്ടാകുന്നു. നമുക്കറിയാം, ഈ പകർച്ചവ്യാധിയുടെ ഈ കാലത്തിലും വളരെ പ്രത്യാശയോടുകൂടെ ജീവിപ്പാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുന്നല്ലോ. എന്നാൽ ഈ പ്രത്യാശയോടെ അല്ലാതെ ആരെങ്കിലും കഴിയുന്നു എങ്കിൽ ഈ ഗാനം കേൾക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട്, എൻ്റെ കർത്താവേ, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കും എന്നുള്ള ആ ഉറച്ച തീരുമാനത്തോടെ നമുക്ക് മുന്നോട്ട് ജീവിക്കാം. പ്രിയ കർത്തദാസൻ നമുക്കായി പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ എന്ന ഗാനം ആലപിക്കുന്നു. ശ്രദ്ധാപൂർവം ആയിരിക്കാം. ദൈവം സഹായിക്കട്ടെ.
പ്രത്യാശയോടിതാ ഭക്തരങ്ങുണേരുന്നേ, വന്നു വിൽക്കും പൊന്നുഷസ് ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണേരുന്നേ, വന്നു വിൽക്കും പൊന്നുഷസ് ഓർക്കും തോറും രമ്യം. ലക്ഷ്യമെങ്ങും കാണുന്നല്ലോ കർത്തൻ തൻ വരവിൽ, ലക്ഷ്യമെങ്ങും കാണുന്നല്ലോ കർത്തൻ തൻ വരവിൽ. നിത്യമായ രക്ഷയെത്താൻ പക്ഷമായി നൽകിയിടും, നിത്യമായ രക്ഷയെത്താൻ പക്ഷമായി നൽകിയിടും. ലക്ഷത്തിൽ സുന്ദരൻ അക്ഷയനാം രക്ഷകൻ, എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷയരാക്കിയിടും. ലക്ഷത്തിൽ സുന്ദരൻ അക്ഷയനാം രക്ഷകൻ, എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷയരാക്കിയിടും. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണേരുന്നേ, വന്നു വിൽക്കും പൊന്നുഷസ് ഓർക്കും തോറും രമ്യം. രാജനേശു വന്നിടും, നീ ഒരുങ്ങിയിട്ടുണ്ടോ? രാജനേശു വന്നിടും, നീ ഒരുങ്ങിയിട്ടുണ്ടോ? നാളുതോറും നീ അവൻ്റെ സാക്ഷിയാകുന്നുണ്ടോ? നാളുതോറും നീ അവൻ്റെ സാക്ഷിയാകുന്നുണ്ടോ? പ്രിയ സോദര, നിനക്കു വേണ്ടി താൻ സഹിച്ച കഷ്ടതയിൽ പങ്ക് നീ വഹിക്കുന്നുണ്ടോ? പ്രിയ സോദര, നിനക്കു വേണ്ടി താൻ സഹിച്ച കഷ്ടതയിൽ പങ്കു നീ വഹിക്കുന്നുണ്ടോ? പ്രത്യാശയോടിതാ ഭക്തരങ്ങുണേരുന്നേ, വന്നുദിക്കും പൊന്നുഷസ് ഓർക്കും തോറും രമ്യം. പാരിലാരും പാടിയിടാത്ത പാട്ടു നമ്മൾ പാടും, പാരിലാരും പാടിയിടാത്ത പാട്ടു നമ്മൾ പാടും. പാരിലാരും ചൂടിടാത്ത വാടാമുടി ചൂടും, പാരിലാരും ചൂടിടാത്ത വാടാമുടി ചൂടും. ജീവന്റെ നാഥനായി ത്യാഗം സഹിച്ചതാം സ്നേഹമണവാളനോട് സിയോൻ പുരേ വാഴും. ജീവന്റെ നാഥനായി ത്യാഗം സഹിച്ചതാം സ്നേഹമണവാളനോട് സിയോൻ പുരേ വാഴും. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണേരുന്നേ, വന്നുദിക്കും പൊന്നുഷസ് ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണേരുന്നേ, വന്നുദിക്കും പൊന്നുഷസ് ഓർക്കും തോറും രമ്യം.
ദൈവകരുണയുടെ ഒരു പ്രദർശനമാണ് കാൽവരി ക്രൂശിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമല്ലേ ഞാനും നിങ്ങളും ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഗാനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഒന്ന് തുടിക്കട്ടെ, നമ്മുടെ കണ്ണുകൾ ഒന്ന് ഈറനണിയട്ടെ. കർത്താവിനെ പാടി നമുക്ക് സ്തുതിക്കാം. എന്തുകൊണ്ടെന്നാൽ പരമസമ്പന്നനായ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി എന്നെയും നിങ്ങളെയും ഓർത്തപ്പോൾ ദാരിദ്ര്യത്തിലേക്ക് കടന്നു വന്നു. മാത്രമല്ല, നമ്മുടെ ഭാരങ്ങളെ, നമ്മുടെ പാപങ്ങളെ അവന്റെ ചുമലിൽ വഹിച്ച് ആ കാൽവരി ക്രൂശിൽ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ അവൻ നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ഇന്നും പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഈ കർത്താവിന്റെ കരുണ അതെത്രയോ സഹായിക്കട്ടെ. പ്രിയദാസൻ നമുക്ക് ദൈവ ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്യമോ. ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്യമോ. ദൈവകരുണയിൻ ധനമാഹാത്മ്യം. ദൈവസുതൻ പശുശാലയിൽ നരന അവതരിച്ചതു വെറും കഥയോ. ദൈവസുതൻ പശുശാലയിൽ നരന അവതരിച്ചതു വെറും കഥയോ. ഭുവനമൊന്നാകെ ചമച്ചവനൊരു ഭവനവും ലഭിച്ചതില്ലെന്നോ. ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറു ഭവനവും പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സ്വമനസാ. പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സ്വമനസാ.
ചെറിയ സംഗതിയോ. തിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴന്തുണി ധരിച്ചതും ചെറിയ സംഗതിയോ. ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്യമോ. ദൈവകരുണയിൻ ധനമാഹാത്മ്യം. ചുമന്നവൻ തിരിമുകളേറി വിരിച്ചു കൈകാൽകളെ അതിന്മേ. കുരിശു ചുമന്നവൻ തിരിമുകളേറി വിരിച്ചു കൈകാൽകളെ അതിന്മേ. ശരിക്കിരുമ്പാണികൾ പറപ്പതിനായതു സ്മരിക്കുകിൽ വിസ്മയനീയം. ശരിക്കിരുമ്പാണികൾ പറപ്പതിനായതു സ്മരിക്കുകിൽ വിസ്മയനീയം. ദൈവ കരുണയിനമാഹാത്മ്യം നാവാൽ വർണ്യമോ. ദൈവ കരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്യമോ. ദൈവ കരുണയിൻ ധനമാഹാത്മ്യം. നമ്മുടെ ജീവിതമാകുന്ന പടക് നാം മുന്നോട്ട് നയിക്കുമ്പോൾ കാറും കോളും ആഞ്ഞടിക്കാറും മുന്നോട്ട് പോകുന്ന സന്ദർഭങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. എങ്കിലും പാട്ടുകാരന് പറയുവാനായിട്ടുള്ളത്, കർത്തനെ ഞാൻ മറക്കുകയില്ല. മനമേറ്റം കലങ്ങിയാലും എൻ്റെ കർത്താവിനെ മറക്കുവാൻ എനിക്ക് കഴിയുകയില്ല. രോഗം പിടിച്ചൻ ദേഹം ക്ഷയിച്ചാലും എൻ മനം ക്ഷീണിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ എൻ്റെ കർത്താവിനെയാണ് മുറുകെ പറ്റുന്നത്, എൻ്റെ കർത്താവിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ അതുകൊണ്ടാണ് എനിക്ക് ഈ ബലത്തോടെ നിൽക്കുവാനായിട്ട് കഴിയുന്നത്. എനിക്ക് മാത്രമല്ല, കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അത് തന്നെയാണ് പറയുവാനായിട്ടുള്ളത്. ആയതിനാൽ പ്രിയ കർത്തദാസൻ ഈട്ടിക്കൽ കുഞ്ഞുമോൻ ഈ ഗാനം ആലപിക്കുമ്പോൾ നമുക്കും പ്രിയദാസനോട് ചേർന്ന് ആലപിക്കാം. കഴിഞ്ഞ നാളുകളിൽ നമുക്കറിയാം, പ്രിയദാസന്റെ ജീവിതവും ഒന്ന് പരിശോധിച്ചാൽ ദൈവം ശോധനയിലൂടെ കടത്തിവിട്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രയാസങ്ങളിലൂടെ കടത്തിവിട്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി എങ്ങനെയെന്ന് ചിന്തിച്ചു പോയ സന്ദർഭങ്ങൾ പ്രിയദാസന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നല്ല ബുദ്ധിയെ പറഞ്ഞു കൊടുത്ത് വഴി പറഞ്ഞു തന്ന് നടത്തുന്ന നാഥൻ എത്രയോ വലിയവനാണ്. ആ കർത്താവിനെ എങ്ങനെ മറക്കുവാനായിട്ട് കഴിയും? ആ കർത്താവിനെ ഓർക്കുമ്പോൾ എൻ്റെ മനം എങ്ങനെ ക്ഷീണിക്കുവാൻ കഴിയും? അതൊന്നും സാധ്യമല്ല. നിന്ന പരിഹാസം ഏറി വന്നാലും എൻ മനം പതറുകയില്ല. അത് തന്നെയാണ് പ്രിയ ദാസന് പാടുവാനായിട്ടുള്ളത്. അത് പ്രിയദാസന് മാത്രമല്ല, ഇവിടെ കടന്നു വന്നിട്ടുള്ള എന്നെ കേൾക്കുന്ന ഏത് പ്രിയപ്പെട്ടവർക്കും പറയുവാനായിട്ടും പാടുവാനായിട്ടും ഉള്ളത് ഇത് തന്നെയാണ്. പ്രിയമുള്ളവരെ, ഈ നല്ല നാളിത് അറിഞ്ഞിട്ടില്ല എങ്കിൽ അറിയുവാനായിട്ട് ഇതാ നല്ല സന്ദർഭങ്ങളുടെ ജോലിക്കാണ്. ഈ കർത്താവിനെ ഈ ഗാനം നഷ്ടങ്ങൾ വന്നാലും കർത്താവിനെ മറക്കുകയില്ല എന്ന ഗാനം ആലപിക്കുന്നു. ശ്രദ്ധാപൂർവം ആയിരിക്കാം. ദൈവം സഹായിക്കട്ടെ.
കഷ്ടങ്ങൾ വന്നാലും കർത്തനെ മറക്കുകയില്ല, മനമേറ്റം കലങ്ങുകില്ല. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും കർത്തനെ മറക്കുകയില്ല, മനമേറ്റം കലങ്ങുകില്ല. യോബിൻ സമാനമായി ശോധന വന്നാൽ യേശുവിൽ ചാരിടും ഞാൻ. യോബിൻ സമാനമായി ശോധന വന്നാൽ യേശുവിൽ ചാരിടും ഞാൻ. നിത്യ പാറയാം യാഗിലൻ ആശ്രയം വെച്ചു ഞാൻ പാടിടും സ്തോത്രഗീതം. എന്റെ നാഥനു ഹല്ലേലൂയ. നിത്യ പാറയാം യാഗിലൻ ആശ്രയം വെച്ചു ഞാൻ പാടിയിടും സ്തോത്രഗീതം. എന്റെ നാഥനു ഹല്ലേലൂയ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും കർത്തനെ മറക്കുകയില്ല, മനമേറ്റം കലങ്ങുകില്ല. രോഗം പീഡിതു എൻ ദേഹം ക്ഷയിച്ചാലും എൻ മനം ക്ഷീണിക്കില്ല. രോഗം പീഡിച്ചു എൻ ദേഹം ക്ഷയിച്ചാലും എൻ മനം ക്ഷീണിക്കില്ല. നാഥൻ വാനത്തിൽ വന്നിടും നേരത്തു തന്നിടും രോഗമില്ലാത്ത ദേഹം. എന്നും നിത്യമായി വാണിടുവാൻ നാഥൻ വാനത്തിൽ വന്നിടും നേരത്തു തന്നിടും രോഗമില്ലാത്ത ദേഹം. എന്നും നിത്യമായി വാണിടുവാൻ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും കർത്തനെ മറക്കുകയില്ല, മനമേറ്റം കലങ്ങുകില്ല. നിന്ന പരിഹാസം ഏറി വരികിലും എൻ മനം പതറുകില്ല. നിന്ന പരിഹാസം ഏറി വരികിലും എൻ മനം പതറുകില്ല. തന്നിടും തൻ കൃപകൾ, തൻ്റെ സന്നിധി ചേർന്നിടും ഞാൻ. കൃഷി നിന്നകളേറ്റൊരു വന്നിതനാം നാഥൻ തന്നിടും തൻ കൃപകൾ, തൻ്റെ സന്നിധി ചേർന്നിടും ഞാൻ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും കർത്തനെ മറക്കുകയില്ല, മനമേറ്റം കലങ്ങുകില്ല. കഷ്ടങ്ങൾ വന്നാൽ
വന്നാലും നഷ്ടങ്ങൾ വന്നാലും കർത്തനെ മറക്കുകയില്ല, മനമേറ്റം കലങ്ങുകില്ല. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ. ഏറ്റവും നല്ല ദാനം എന്ന് പറയുന്നത് ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മറപിടിച്ചു. എന്നാൽ നമ്മുടെ കർത്താവ് തൻ്റെ കരം നീട്ടി ആ കുഴഞ്ഞ ചേറ്റിൽ നിന്നും, നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും നമ്മെ കരയേറ്റുവാൻ ദൈവത്തിന് ഇഷ്ടമായി. പ്രിയമുള്ളവരെ, അതിലെ ഏറ്റവും നന്മ ആ കർത്താവിൽ നിന്ന് നമുക്ക് പ്രാപിപ്പാനായിട്ട് കഴിഞ്ഞു. ആയതിനാൽ നന്ദിയുള്ളവരായി തീരാം. എൻ്റെ കർത്താവേ, എനിക്ക് തന്ന സകല നന്മയും അങ്ങയിൽ നിന്നാണ് എന്നുള്ള ആ ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് ഈ ഗാനം കേൾക്കാം. പ്രിയ കൃതദാസൻ ഔസേപ്പച്ചൻ നമുക്കായി സർവ്വ നന്മകൾക്കും സർവ്വദാനങ്ങൾക്കും എന്ന് തുടങ്ങുന്ന ഗാനം ആലപിക്കുന്നു. ശ്രദ്ധാപൂർവം ആയിരിക്കാം. ദൈവം സഹായിക്കട്ടെ. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാണെന്നേശുവേ. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാണെന്നേശുവേ. നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു പരനേയാ. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മറപിടിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മറപിടിച്ചു. അവൻ തിരുക്കരം തേടിയെത്തി എന്നെ മാർവോട് ചേർത്തണച്ചു. അവൻ തിരുക്കരം തേടിയെത്തി എന്നെ മാർവോട് ചേർത്തണച്ചു. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാണെന്നേശുവേ. നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. നിന്നെ ഞാൻ
ഭ്രമിച്ചു. ലോകമോഹങ്ങളിൽ ഞാൻ മുഴുകി, ലോക ഇമ്പങ്ങളിൽ ഞാൻ ഭ്രമിച്ചു. ലോകമോഹങ്ങളിൽ ഞാൻ മുഴുകി. വിമുഖമായി ഞാൻ ഉറച്ചു. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാണെന്നേശുവേ. പരിശുദ്ധാത്മാവാ നിറയ്ക്കാൻ അനുദിനവും എന്നെ പരനേ. പരിശുദ്ധാത്മാവാ നിറയ്ക്കാൻ അനുദിനവും എന്നെ പരനേ. നിന്റെ വേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിടുക. നിന്റെ വേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിടുക. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാണെന്നേശുവേ. നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാണെന്നേശുവേ. മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വേദശകലങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് മഹാകവി KV സൈമൺ സാർ എഴുതിയ മനോഹരമായ ഒരു ഗാനമാണ് രാജാത്മജ വരുന്നതിൻ വിവരം. ഈ ഗാനം പ്രിയ കൃത്യദാസൻ ഔസേപ്പച്ചൻ നമുക്കായി ആലപിക്കുന്നു. വളരെ ശ്രദ്ധാപൂർവമായിരിക്കാം. ദൈവം സഹായിക്കട്ടെ. രാജാത്മജ വീറുന്നതിൻ വിവരം ഈ
ഉപമയോ മഹസാരം. രാജാത്മജ വീരുന്നതിൻ വിവരം ഈ ഉപമയോ മഹസാരം. രാജസുതൻ വേളിയൊന്ന് കഴിച്ചിതു പണ്ട്, രാജ്യത്തുള്ള പൗരന്മാരെ ക്ഷണിച്ചതുകൊണ്ട്. രാജസുതൻ വേളിയൊന്ന് കഴിച്ചിതു പണ്ട്, രാജ്യത്തുള്ള പൗരന്മാരെ ക്ഷണിച്ചതുകൊണ്ട്. ഭോജനത്തിൻ നരജനും കണ്ടു, ഭോജനത്തിൻ നരജനും കണ്ടു. ആ ജനത്തെ വിളിച്ചുടൻ ആളയച്ചും കൊണ്ട്. രാജാത്മജ വീരുന്നതിൻ വിവരം ഈ ഉപമയോ മഹസാരം. വിഭവങ്ങള ചേർത്തു ഞാൻ വിരുന്നു, വേണ്ടുവിധം ചമയ്ക്കയാ നിങ്ങളിപ്പോൾ വന്നു. വേണ്ടുവോളം കുതിക്കുവിൻ തൃപ്തരാവിനെന്ന്, വേണ്ടുവോളം ഭുജിക്കുവിൻ തൃപ്തരാവിനെന്ന്. വേണ്ടിനാക്ഷണം ലഭിച്ച മനുജരോടന്ന്. രാജാത്മജ വീരുന്നതിൻ വിവരം ഈ ഉപമയോ മഹസാരം. രാജാത്മജ വീരുന്നതിൻ വിവരം ഈ ഉപമയോ മഹസാരം. നേരം ഒരുത്തനു നീലത്തില മനസ്സിൽ വിചാരം. നിജ സ്ത്രീ ലയിക്കയാൽ ഒരുത്തനു സാരം. നിജ സ്ത്രീ ലയിക്കയാൽ ഒരുത്തനു സാരം. മുളക്കുണ്ടു കാളകളാൽ അവരനു ഉപമയോ മഹസാരം. രാജാത്മജ വീരുന്നതിൻ വിവരം ഈ ഉപമയോ മഹസാരം.
മഹാസാരം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വളരെ മനോഹരമായ ഗാനങ്ങൾ നമുക്ക് ഏവർക്കും കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം പ്രസാദിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവർ, ദൈവനാമ മഹത്വത്തിനായിട്ട് ഈ കഷ്ടപ്പെടുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവം ധാരാളമായി പ്രിയപ്പെട്ടവർക്ക് പ്രതിഫലം എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്ന് 2-3 വാക്യങ്ങൾ വായിച്ച് അതിൽ നിന്ന് സമയം കൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെയാണ് നാം ഇന്ന് ദൈവവചന കേൾവിക്കായി എടുത്തിരിക്കുന്ന വാക്യങ്ങൾ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾക്ക് മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. ഞങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഈ വായിച്ചു കേട്ട വേദഭാഗത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കുന്ന ദൈവവചനം നൽകുവാൻ കർത്താവ് ഇടയാക്കി തീർക്കുമാറാകട്ടെ. ഇതിൻ്റെ ചില മുഖാന്തരങ്ങൾ പറഞ്ഞ് ഈ വിഷയത്തിലേക്ക് കടക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലോമോൻ എന്ന് പറയുന്നത് കാരാഗ്രഹ ലേഖനങ്ങളാണ്. എഫേസ്യ ലേഖനത്തിൽ സഭയാണ് വിഷയമെങ്കിൽ കൊലോസ്യ ലേഖനത്തിൽ സഭയുടെ തലയായ ക്രിസ്തുവാണ് പ്രതിപാദ്യ വിഷയം എന്നുള്ള വസ്തുതയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇതൊരു ആമുഖമായി മാത്രം ഞാൻ ഈ കാര്യങ്ങൾ പറയട്ടെ. മാത്രമല്ല, ഈ കൊലോസ്യ സഭയുടെ സ്നേഹത്തെയും പ്രത്യാശയെയും അവരുടെ ആ ആത്മാർത്ഥതയെയും കേട്ടിട്ട് എഴുതുന്ന വാക്കുകളാണ് നമുക്ക് താഴോട്ട് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ താൻ കേട്ടപ്പോൾ താൻ പറയുന്ന ചില കാര്യങ്ങളാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. താൻ പറയുന്നത് ഇങ്ങനെയാണ്: സുവിശേഷം കൊണ്ടുള്ള 4 പ്രയോജനങ്ങളാണ് നമുക്ക് ഈ വാക്യങ്ങളിൽ നിന്ന് കാണുവാനായിട്ട് കഴിയുന്നത്. സുവിശേഷം കൊണ്ടുള്ള 4 പ്രയോജനങ്ങൾ. ഈ 4 കാര്യങ്ങൾ മാത്രം ഒന്നെടുത്ത് പറഞ്ഞ് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് സുവിശേഷം എന്നുള്ളത്. നമുക്കേവർക്കും അറിയാവുന്നതാണ്. നമുക്കറിയാം അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് നല്ല വർത്തമാനം, നല്ല വിശേഷം എന്നാണ് ഇതിൻ്റെ വാസ്തവത്തിലുള്ള അർത്ഥം. നമുക്കറിയാം, ഈ നാശിച്ച അല്ലെങ്കിൽ നശ്വരമായ ഈ ലോകത്തിൽ നല്ല വാർത്ത നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയുകയില്ല. വാർത്താ മാധ്യമങ്ങൾ നാം എടുത്തു നോക്കിയാലും അതുപോലെ തന്നെ നാം വാർത്തയാകട്ടെ, മറ്റെന്ത് തന്നെയാകട്ടെ, ഇതര കാര്യങ്ങളാകട്ടെ, എന്ത് തന്നെ നാം എടുത്ത് പരിശോധിച്ചാലും നമുക്ക് ഈ മാനവരാശിയുടെ യഥാർത്ഥ പ്രശ്നത്തിന് പരിഹാരം വരുത്തുന്ന ഇല്ലെങ്കിൽ നല്ല വാർത്ത കേൾക്കുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തു തൻ്റെ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ 2 തീമോഥെയോസ് 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. കർത്താവായ യേശുക്രിസ്തുവാണ് സുവിശേഷം എന്ന് വളരെ വ്യക്തമായി ദൈവവചനം പ്രഖ്യാപിക്കുകയാണ്.
എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്, ഒരു വ്യക്തിയാണ് സുവിശേഷം എന്നുള്ളത്. ഈ വ്യക്തിയെ നാം അറിഞ്ഞാൽ ഇതുപോലെ നല്ലൊരു വാർത്ത ഈ ലോകത്തിൽ നമുക്ക് അറിയുവാനായിട്ട് കഴിയുകയില്ല. ഈ കർത്താവിനെ നാം അടുത്തൊന്ന് അറിയുകയാണെങ്കിൽ, രുചിച്ചറിയുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ല വാർത്ത എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ മാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുന്ന ഏക വ്യക്തി പ്രഭാവമേ ഉള്ളൂ. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സത്യസുവിശേഷം, അല്ലെങ്കിൽ ഈ കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ സുവിശേഷം കൊണ്ട് അർത്ഥാൽ കർത്താവായ യേശു ക്രിസ്തു കൊണ്ട് നമുക്ക് ലഭിക്കുന്ന 4 ഗുണങ്ങൾ ഈ വായിച്ചു കേട്ട വേദ ഒന്ന് നമ്മോട് വായിക്കുന്ന അതിന്റെ 3 സുവിശേഷം സത്യസന്ദേശമാണ്. ഇങ്ങനെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 3-ാം വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, സത്യസന്ദേശം, പ്രത്യാശയുടെ സന്ദേശമാണ് ഈ സന്ദേശം എന്ന് പറയുന്നത്. നമുക്കറിയാം, പ്രത്യാശ നശിച്ച ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. ആശയറ്റവർ, സമാധാനമില്ലാത്ത ഈ യേശു ക്രിസ്തുവിന്റെ സന്ദേശം എന്നുള്ളതിന് മാറ്റമില്ല. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, കഴിഞ്ഞ നാളുകളിൽ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം എങ്ങനെയാണ് നമ്മുടെ ആശ അറ്റത് എന്ന് ദൈവവചനം പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം കടന്നു വന്നാൽ, ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. താൻ നിലത്തിലെ പൊടിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് താൻ ജീവശ്വാസം തൻ്റെ മൂക്കിലൂതി. എന്നിട്ട് അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. നമുക്കറിയാം അവിടെ വായിക്കുന്നത് ആത്മാവുള്ള ദേഹിയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ആത്മാവുള്ള ദേഹി അവൻ വിലപ്പെട്ടവനാണ്. ഈ വിലപ്പെട്ടവൻ എപ്പോൾ ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചോ അപ്പോൾ മുതൽ ആരായി മാറുകയാണ്? പാപിയായി മാറുകയാണ്. എല്ലാ വ്യക്തികളും ജനിച്ച് ജീവിക്കുന്ന ഈ പാപഭംഗിലമായ, അല്ലെങ്കിൽ ഈ പാപത്തിന് അടിമപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നത് എന്നുള്ളതിന് മാറ്റമില്ല. അങ്ങനെ പ്രത്യാശയറ്റവരായി, ആശയറ്റവരായി ഈ ലോകത്തിൽ കഴിയുന്നവരായിട്ടാണ് ഞാനും നിങ്ങളും ആയിത്തീരുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഇവിടെ പറയുകയാണ്, പ്രത്യാശയില്ലാത്തവർക്ക് പ്രത്യാശ നൽകുന്ന, ആശയില്ലാത്തവർക്ക് ആശ നൽകുന്ന സത്യവചനമാണ് ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റേത്. അങ്ങനെയാണെങ്കിൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നാം കടന്നു വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന് അർത്ഥവും ആശയും പ്രത്യാശയും നൽകുവാൻ, സമാധാനം നൽകുവാൻ കഴിയുന്ന ഏക വചനം മാത്രമേ ഉള്ളൂ. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്തുതിച്ച് പാടുന്ന പാട്ടുകളാണ് നിങ്ങളിവിടെ കേട്ടുകൊണ്ടിരുന്നത്. അവനെ മാത്രമേ ഞങ്ങൾക്ക് കീർത്തിപ്പാനായിട്ടുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ഈ കേവലം 6 അടി മണ്ണിൽ അലിഞ്ഞു പോകുന്ന ജീവിതമല്ല എൻ്റെയും നിങ്ങളുടെയും. അതിന് മരണത്തിന് അപ്പുറമായ ഒരു ജീവിതമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിന് ഈ കർത്താവായ യേശു ക്രിസ്തു നിമിത്തം, അർത്ഥാൽ ഈ സുവിശേഷം നിമിത്തം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആശയും സമാധാനവും പ്രത്യാശയും നൽകുന്ന, അർത്ഥവും നൽകുന്ന സത്യവചനത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ നാളുകളിൽ ഈ കർത്താവിനെ ഞങ്ങൾക്ക് ഹൃദയം തുറന്ന് സ്വീകരിപ്പാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ആശ നൽകി, പ്രത്യാശ നൽകി, പാപമംഗലമായ ജീവിതത്തിന് ഉടമകളായിരുന്നു ഞാനും നിങ്ങളും. എന്നാൽ എന്താണെന്നറിയാമോ? ഈ കർത്താവ് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഈ ലോകത്തിലേക്ക് തൻ്റെ ഏകജാതനായ പുത്രനെ അയച്ചുകൊണ്ട് നമ്മെ സ്നേഹിപ്പാനായിട്ട് അവനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഈ കർത്താവിൽ ആര് വിശ്വസിക്കുമോ അവർ ദൈവ പൈതലായി തീരും, ദൈവമകനായി തീരും, ദൈവമകളായി തീരും. അവർക്ക് പ്രത്യാശയുണ്ട്, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്, നിത്യസ്വർഗമുണ്ട് എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. അല്ലാത്തവർക്കും ജീവമുണ്ട്, അത് നിരാശയ്ക്കും എന്നുള്ള വസ്തുത ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. രണ്ടാമത്തെ കാര്യത്തിലേക്ക് ഒന്ന്, സത്യസന്ദേശമാണ് അല്ലെങ്കിൽ പ്രത്യാശാ സന്ദേശമാണ് ഈ സുവിശേഷം. 2, അതിന്റെ 6-ാം നമ്മൾ വായിക്കുന്നുണ്ട്. ഇത് എല്ലാവർക്കും ഒരു വാക്യമാണ്.
തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം കർത്താവായ യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ആരെ സ്നേഹിച്ചു? ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ സ്നേഹിച്ചു. എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു. പ്രിയ കേൾവിക്കാരെ, ഞാൻ ഇങ്ങനെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ കർത്താവ് ഒരു ജാതിയെയോ ഒരു മതത്തെയോ ഒരു വർഗത്തെയോ വർണ്ണത്തെയോ സ്നേഹിച്ചവനല്ല. സകല മാനവരാശിയെയും സ്നേഹിച്ച് തന്റെ ജീവൻ നമുക്ക് വേണ്ടി മറുവിലയായി നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. സകലരെയും സ്നേഹിക്കുന്ന കർത്താവ്. സാർവലൗകിക സന്ദേശം. ഈ സന്ദേശത്തിന്റെ പ്രത്യേകതയാണ്. നമുക്കറിയാം, ഈ ലോകത്തിൽ അനേക സന്ദേശങ്ങൾ ഞാനും നിങ്ങളും കേൾക്കാറുണ്ട്. അത് കേവലം ഒരു ജാതിക്ക് വേണ്ടിയോ ഒരു മതത്തിനു വേണ്ടിയോ ഒരു വർഗത്തിനു വേണ്ടിയോ ആയി മാത്രം ഒതുങ്ങി തീർക്കുമ്പോൾ, അല്ലെങ്കിൽ രാജ്യത്തിനായി മാത്രം ഒതുങ്ങി തീരുമ്പോൾ, ഇവിടെ ഇതാ മാനവരാശിയുടെ ജീവിതത്തിന് ലോകത്തിലേക്ക് കടന്നു വന്ന് അവനിടയായി തീർന്നു. ആ സന്ദേശമാണ് സാർവലൗകിക സന്ദേശം. അതാണ് കർത്താവായ യേശു ക്രിസ്തു തന്നത്. ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ഒരു രാജ്യത്തിനോ ഒരു വർഗത്തിനോ വേണ്ടിയിട്ടല്ല. നമുക്ക് തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: സകല മനുഷ്യർക്കും, ഒരു വ്യക്തിക്കല്ല. പിന്നീട് നാം വായിക്കുന്ന എബ്രായ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ച. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കേവല യഹൂദന്മാർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കേവല ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആ രാജ്യത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയോ അല്ല, മറിച്ച് സകല മാനവരാശിക്കും വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന സർവകൃപാലുവായ ദൈവമാണ്. പ്രിയമുള്ളവരെ, ഇത് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സാർവലൗകിക സന്ദേശം. ഈ സന്ദേശം എനിക്കും ബാധകമാണ്. കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് എനിക്കും ബാധകമാണ്. ആരീ കർത്താവിനെ ഉള്ളം തുറന്ന്, കർത്താവേ, എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനായിട്ടാണ് അങ്ങ് കാൽവറി ക്രൂശിൽ മരിച്ചത് എന്ന് ആര് ഹൃദയം തുറന്ന് വിശ്വസിക്കുമോ അവർ ആരായിത്തീരും? ദൈവമായ മകനായിത്തീരും, ദൈവമകളായി തീരും. യാതൊരു മാറ്റവുമില്ല. കഴിഞ്ഞ നാളുകളിൽ അതിന് ഞങ്ങൾക്കിടയായി തീർന്നു. എന്നാൽ മാന്യ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അതിനിടയായി തീരുന്നുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇങ്ങനെ പറയട്ടെ, നിങ്ങൾക്കും കൂടെ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ടത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഹൃദയം തുറന്ന് വിശ്വസിക്കുക, ഈ കർത്താവിനെ അറിയുക. എൻ്റെ കർത്താവേ, എൻ്റെ ഉള്ളിലേക്ക് വരണമേ എന്നുള്ള ആ ആത്മാർത്ഥ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നാൽ ഈ സന്ദേശം നിനക്കും ഗുണം ചെയ്യും, യാതൊരു സംശയവുമില്ല. മൂന്നാമത്തെ കാര്യത്തിലേക്ക് കടക്കട്ടെ. മൂന്നാമത്തെ കാര്യം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1, ഇത് സത്യസന്ദേശമാണ്, അല്ലെങ്കിൽ പ്രത്യാശയുടെ സന്ദേശമാണ്. 2, ഇത് സാർവലൗകിക സന്ദേശമാണ്. 3, നാം അവിടെ വായിക്കുന്നത് ഇത് ദൈവകൃപയുടെ സന്ദേശം. 6-ാമത്തെ വാക്യത്തിൽ നാം അങ്ങനെയാണ് വായിക്കുന്നത്, ദൈവകൃപയുടെ സന്ദേശം. പ്രിയമുള്ളവരെ, കൃപ എന്ന് പറയുന്നത് അർഹതയില്ലാത്ത സ്ഥാനത്ത് പ്രതിഫലേച്ഛ കൂടാതെ ലഭിക്കുന്നതിനെയാണ് കൃപ എന്ന് പറയുന്നത്. നമുക്ക് അർഹതയില്ല. നിത്യസ്വർഗത്തിൽ പോകുവാൻ പാപിയാർക്ക് അർഹതയില്ല. നിത്യനാശത്തിൽ, നിത്യനരകത്തിൽ പോകേണ്ടവരാണ് ഞാനും നിങ്ങളും. എന്നാൽ ദൈവകൃപ കൊണ്ട്, ഇത് കൃപയുടെ സന്ദേശമാകയാൽ കർത്താവായ യേശു ക്രിസ്തു ആ നാശകരമായ, നാം കേട്ടതുപോലെ നാശകരമായ കുഴിയിൽ നിന്ന് എന്നെ അവൻ്റെ കരം തന്ന് വിടുവിപ്പാനായിട്ട് എൻ്റെ കാലുകളെ ഉറച്ച ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തുവാൻ അവന് ഇഷ്ടം തോന്നി, അവന് പ്രസാദം തോന്നി. അതാണ് കൃപയുടെ സന്ദേശം. ഒരു കാരണവശാലും ഞാൻ മറുകര കടക്കുവാൻ എന്ന് പറഞ്ഞാൽ അർത്ഥാൽ നിത്യസ്വർഗത്തിൽ ചെല്ലുവാൻ യോഗ്യതയുള്ളവനല്ല. എന്നാൽ അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം പ്രതിഫലേച്ഛ കൂടാതെ ഒരു കാര്യവും താൻ സ്വീകരിക്കാതെ എനിക്ക്
ദാനമായി നൽകുന്ന. എത്ര അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് പ്രിയമുള്ളവരെ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ദൈവകൃപയുടെ സന്ദേശത്തിലേക്ക് കടന്നു വരുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. തീർന്നില്ല, നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അത് വായിച്ച് ഇങ്ങനെ താഴോട്ട് പോകുമ്പോൾ അവിടെ വായിക്കുന്നത്, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. ആരും പ്രശംസിക്കാതിരിപ്പാൻ. നമുക്കറിയാം, ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നത് എൻ്റെ പ്രവൃത്തി കൊണ്ടാണെങ്കിൽ അവിടെ ഒരു ചോദ്യം വരുന്നു, നീ പ്രശംസിക്കും, മേളിൽ ചെന്നിരുന്ന് പ്രശംസിക്കും. അതുകൊണ്ടാണ് കർത്താവ് അതിന് മുന്നമേ അടിവരയിട്ടത്, ആരും പ്രശംസിക്കാതിരിപ്പാൻ എന്തല്ല, പ്രവർത്തികളും കാരണമല്ല. നമ്മുടെയൊക്കെ പ്രവൃത്തികൾ, ഞാൻ എന്തെല്ലാം നേർച്ചകൾ നേർന്നാലും, എന്തെല്ലാം കാഴ്ചവസ്തുക്കൾ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നാലും, ഞാൻ എന്തൊക്കെ യാഗങ്ങൾ ചെയ്താലും, അതേ അർപ്പണങ്ങൾ ഞാൻ എന്തെല്ലാം നടത്തിയാലും, ഞാൻ പറയട്ടെ, നമ്മുടെ പ്രവൃത്തികൾ, പുണ്യപ്രവൃത്തികൾ കറ പുരണ്ട തുണിക്ക് സമം. അങ്ങനെയാണെങ്കിൽ അർത്ഥാൽ ദൈവകൃപ കൊണ്ട് മാത്രമേ എനിക്കും നിങ്ങൾക്കും നിത്യസ്വർഗത്തിന് അവകാശിയായി തീരുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഈ സുവിശേഷത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്, ഈ കർത്താവിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. അത് കൃപയുടെ സന്ദേശമാണ്. എനിക്ക് മറുകര കടക്കുവാൻ, നിത്യനാശത്തിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുവാൻ, സ്വർഗത്തിലേക്ക് പോകുവാൻ, എനിക്ക് മാനവരാശിയെ രക്ഷിപ്പാനായിട്ട് കഴിയുന്ന കൃപയുടെ സന്ദേശമാണ് ഈ സന്ദേശം എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഈ സന്ദേശത്തിലേക്ക് കടന്നു വന്നിട്ടില്ലാത്ത പ്രിയപ്പെട്ടവർ തീർച്ചയായിട്ടും ഈ കർത്താവിനെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് ദൈവനാമ മഹത്വത്തിനായിട്ട് ജീവിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കട്ടെ. അവസാനമായി 4-ാമത്തെ കാര്യം, ഇത് സർവ്വലോകത്തിലും, അതിൻ്റെ അവസാന സർവ്വലോകത്തിലും ഫലം. ഈ സന്ദേശത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഇത് ഫലം പുറപ്പെടുവിക്കുന്ന സന്ദേശമാണ്. 1, ഇത് സത്യസന്ദേശം, പ്രത്യാശയുടെ സന്ദേശമാണെങ്കിൽ. 2, സാർവലൗകിക സന്ദേശമാണ്. 3, ദൈവ കൃപയുടെ. 4, ഇത് ഫലം പുറപ്പെടുവിക്കുന്ന സന്ദേശമാണ്. ആരൊക്കെ ഈ കർത്താവിനെ രുചിച്ചറിഞ്ഞിട്ടുണ്ടോ, അവരുടെയൊക്കെ ജീവിതത്തിൽ വ്യതിയാനങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ നാളുകൾ വന്നതുപോലെ ഇപ്പോൾ ജീവിക്കുന്നത് അത് രക്ഷയുടെ ഫലമാണ് ആദ്യം പുറപ്പെടുവിക്കുന്നത്. പിന്നീട് നാം എന്താണെന്നറിയാമോ, ഈ കർത്താവ് എന്ന ക്രിസ്തു എന്ന തലയോളം വളരുവാനായിട്ട് ഞാനും നിങ്ങളും ശ്രമിക്കുക. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ അവിടെ ഇതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഫലം പുറപ്പെടുവിക്കുന്നവരായി ജീവിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ടാണോ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ജീവിക്കുന്നത് എന്ന് ഒന്ന് പരിശോധിച്ചേ, ഒന്ന് ശോധന ചെയ്തേ. കർത്താവിനെ അറിഞ്ഞിട്ടുണ്ട്, ശരിയാ. കർത്താവിനായിട്ട് ജീവിതം സമർപ്പിച്ചിട്ടുണ്ട്, ശരിയാ. പക്ഷേ ഈ നല്ല കർത്താവിന് വേണ്ടി ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നവരായിട്ടാണോ തീരുന്നത് എന്ന് നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടിരിക്കുന്നു. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഫലം പുറപ്പെടുവിക്കുന്നവരായി ജീവിക്കുവാനായിട്ടാണ് എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. വരുന്ന ആളുകളിൽ ഫലം പുറപ്പെടുവിച്ച് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി ജീവിക്കുവാനായിട്ട്, ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുകയും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും. ഇങ്ങനെ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. സന്ദേശത്തിലേക്ക് നാൾ ഇതുവരെ കടന്നു വന്നിട്ടില്ല എങ്കിൽ, സന്ദേശത്തിലേക്ക് കടന്നു വന്നിട്ടില്ല എങ്കിൽ, പ്രിയമുള്ളവരെ, കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു നമ്മെ മാടി വിളിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി നമ്മുടെ പാവങ്ങളെ ചുമന്നുകൊണ്ട്, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടവനായി തീർന്നിരിക്കുന്നു. മുതുകുഴവുചാല് പോലെ കീറപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കണ്ണുകൾ ആ കാൽവറി ക്രൂശിലേക്ക് ഒന്ന് നോക്കിയാൽ
നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെടുകയാണ്. എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാനല്ലേ അവൻ അവിടെ തകർക്കപ്പെടുന്നത്. തലയിൽ മുള്ളുകൊണ്ട് കിരീടം മെടഞ്ഞു വെച്ച് കോൽ കൊണ്ട് ആഞ്ഞടിക്കുന്നുണ്ട്. മുഖത്ത് തുപ്പലേറ്റിട്ടുണ്ട്. താടി രോമങ്ങൾ വലിച്ചു പുഴുവപ്പെട്ടിട്ടുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണ്? പ്രിയമുള്ളവരെ, ഇതുപോലെ നല്ലൊരു സന്ദേശം മറ്റെവിടെയാണ് നമുക്ക് ലഭിക്കുക? മാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തുന്ന, യഥാർത്ഥ പ്രശ്നത്തിന് പരിഹാരം വരുത്തുന്ന ഏറ്റവും നല്ല വാർത്തയല്ലേ ആ കാൽവറി ക്രൂസിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്? ഈ വാർത്ത ആരെങ്കിലും, അർത്ഥാൽ ഈ കർത്താവിനെ ആരെങ്കിലും ഹൃദയം തുറന്ന് നാളിതുവരെ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ ഈ വിശ്വസിക്കുവാനായിട്ട്, ഈ നല്ല കർത്താവിനെ വിശ്വസിക്കുവാനായിട്ട് ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. രക്ഷിക്കപ്പെടുക, ദൈവവൈതലായി തീരുക, ദൈവമകനായി ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുക. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ മതം മാറുന്നതോ, പുതിയ പാട്ട് പാടുന്നതോ, അതല്ലെങ്കിൽ പുതിയൊരു പള്ളിയിലേക്ക് പോകുന്നതോ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കുടുംബ സാഹചര്യത്തിൽ നിന്ന് മാറുന്നതോ അല്ല. മറിച്ച് എനിക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഈ നല്ല കർത്താവിനെ നമ്മുടെ ഹൃദയം തുറന്ന്, എൻ്റെ കർത്താവേ എന്നിലേക്ക് നീ വരണമേ എന്ന ആ ആത്മാർത്ഥ പ്രാർത്ഥനയോടെ സ്വീകരിക്കുന്നതാണ്. അപ്രകാരത്തിൽ സ്വീകരിപ്പാനായിട്ടിടയായി തീരുന്നുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കർത്താവിനെ ഉള്ളിലേക്ക് സ്വീകരിക്കുക. സ്വീകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. എന്നാൽ നാളിതുവരെയും സ്വീകരിക്കാത്ത ആരെങ്കിലും പ്രിയപ്പെട്ടവർ ഞങ്ങളെ കേൾക്കുന്നു എന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായി നിങ്ങളുടെ ഹൃദയത്തെ തുറന്ന് കണ്ണുകളെ അടച്ച് ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കുമോ? എൻ്റെ കർത്താവേ, ഞാൻ പാപിയായി ജീവിക്കുന്നു, എന്നാൽ എൻ പാപത്തെ തൂവാൻ കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി അങ്ങ് മരിച്ചു. ഇന്നും ജീവിക്കുന്നു. ഞങ്ങളിലേക്ക് സ്വീകരിച്ച് എന്നെ അവിടുത്തെ മകനാക്കണമേ, എന്നെ അവിടുത്തെ മകളാക്കണമേ എന്ന് ആത്മാർത്ഥമായി ഹൃദയം തുറന്ന് ആര് പ്രാർത്ഥിക്കുമോ അവർ നിശ്ചയമായും ദൈവമകനായി തീരും, ദൈവമകളായി തീരും. യാതൊരു സംശയവുമില്ല. വരുന്ന ആളുകളിൽ ഈ നല്ല കർത്താവിനെ, ഈ നല്ല സന്ദേശം ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട്, അർത്ഥാൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിപ്പാനായിട്ട് ദൈവം സാഹചര്യം ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഈ അവസരം ഒരുക്കി തന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവസാനമായി ഒരു ഗാനം കൂടി നമുക്ക് കേൾക്കുവാനായിട്ട് സാഹചര്യമുണ്ട്. ഇദ്ധരയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ. പ്രിയമുള്ളവരെ, ഈ സന്ദേശം ഇത്ര വലുതാണ്. എൻ്റെ കർത്താവ് കാൽവരി ആ കൊലമരത്തിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടവരാണ്. കർത്താവേ, ഈ പാപിയായ എന്നെ സ്നേഹിപ്പാൻ എന്തുള്ളൂ കർത്താവേ? ഇദ്ധരയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ. കർത്താവേ, അങ്ങെന്നെ സ്നേഹിച്ചല്ലോ, ഞാൻ തീർച്ചയായും അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കും എന്നുള്ള ഉറച്ച തീരുമാനം ഈ ഗാനം കേൾക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കി തീർക്കട്ടെ. പ്രിയ കർത്തൃദാസൻ ഔസേപ്പച്ചൻ നമുക്കായി ഇദ്ധരയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിക്കുന്നു. ശ്രദ്ധാപൂർവം ആയിരിക്കാം. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. എന്തുള്ളു ഞാനപ്പനെ നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി
സന്തോഷിക്കുന്നത്യന്തം. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കുന്നത്യന്തം. പുത്രന്റെ സ്നേഹത്തെ ക്രൂശിന്മേൽ കാണുമ്പോൾ ശത്രുഭയം തീരുന്നു. എന്നെ മിത്രമാക്കിയിടുവാൻ കാണിച്ച നിൻ കൃപ എത്ര മനോഹരമേ. എന്നെ മിത്രമാക്കിയിടുവാൻ കാണിച്ച നിൻ കൃപ എത്ര മനോഹരമേ. ഇത്തരയിലെന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളു ഞാനപ്പനെ. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കുന്നത്യന്തം. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കുന്നത്യന്തം. ശത്രുവാമെന്നെ നിൻ പുത്രനാക്കിയിടുവാൻ പുത്രനെ തന്നല്ലോ നീ. ദേവാ, ഇത്ര മഹാസ്നേഹം ഇതരയിലൊരു മർത്യനുമില്ല ദൃഢം. ദേവാ, ഇത്ര മഹാസ്നേഹം ഇതരയിലൊരു മർത്യനുമില്ല ദൃഢം. കൂട്ടം വെറുത്തു കുലവും വെറുത്തന്നെ കൂട്ടുകാരും വെറുത്തു. എന്നാൽ കൂട്ടായി തീർന്നെൻ്റെ സ്വർഗീയ സ്നേഹിതൻ കഷ്ടകാലത്തും വിടാ. കൂട്ടായി തീർന്നെൻ്റെ സ്വർഗീയ സ്നേഹിതൻ കഷ്ടകാലത്തും വിടാ. മുൻപിലും പിൻപിലും കാവലായി നിന്നു നീ മുൻപിൽ നടക്കണമേ. നിന്റെ ഇമ്പമുള്ള രാജ്യേ വന്നു ചേരും വരെ അൻപോടു കാക്കണമേ. നിന്റെ ഇമ്പമുള്ള രാജ്യേ വന്നു ചേരും വരെ
കർത്താവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് വൈകുന്നേരവും ഈ നിലയിൽ മനോഹരങ്ങളായ ഗാനങ്ങളും അനുഗ്രഹമായ സന്ദേശവും അറിയിക്കുവാൻ ഈ മാധ്യമത്തിലൂടെ കർത്താവ് സഹായിച്ചതോർത്ത് എല്ലാ മഹത്വവും ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും ഈ ശുശ്രൂഷമേൽ ഇതുവരെയും ഉണ്ടായിരുന്നതോർത്ത് വിവിധ ഇരുന്നുകൊണ്ട് വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ഗാനങ്ങൾ ശ്രമിക്കുകയും സന്ദേശം കേൾക്കുകയും ചെയ്ത പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് ഇത് ആശ്വാസമായി തീരട്ടെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. തുടർന്നും ഈ ശുശ്രൂഷയെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുവാൻ അപേക്ഷിക്കുന്നു. ഇന്ന് ഗാനങ്ങൾ ആലപിച്ച ഞങ്ങളുടെ പ്രിയ സഹോദരൻ ഔസേപ്പച്ചൻ അവരുടെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ തൻ്റെ നാവിൽ കൂടെ കേൾക്കുവാൻ ഇടയായിത്തീർന്നു. ദൈവനാമത്തിലൂടെയും ഇന്ന് മഹത്വപ്പെടുവാൻ ഇടയായതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയ സഹോദരനെ കർത്താവ് തുടർന്നും എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് നന്ദി ഈ ശുശ്രൂഷയുടെ പേരിൽ കർത്താവിൻ്റെ ദാസനെ അറിയിക്കുന്നു. ഇന്ന് ഗാനങ്ങൾക്ക് അന്വേഷണം പറയുകയും അപ്പോൾ തന്നെ മനോഹരമായ സന്ദേശം അറിയിപ്പാൻ ഇടയായിത്തീർന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വ്യക്തമായ സുവിശേഷം ഇന്ന് കേൾപ്പിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ആ സന്ദേശം അറിയിച്ച കർത്താവിൻ്റെ ദാസൻ സുവിശേഷൻ സിജി വർഗീസ് അവരോട് നന്ദി കർത്താവിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പശ്ചാത്തല സംഗീതം ഒരുക്കിയതായ ഞങ്ങളുടെ പ്രിയമകൻ സുജിത് സുനിൽ കൊട്ടാരക്കര പ്രിയമകനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അവന് ദൈവം നൽകിയ ഈ കഴിവ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ഈ നാളുകളിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് പ്രിയമകനെ തുടർന്ന് ഉപയോഗിക്കട്ടെ. കർത്താവിൻ്റെ ദാസനുള്ള പ്രിയമകനോടുള്ള നന്ദി കർത്താവിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു. ഈ ശുശ്രൂഷ മറ്റുള്ളവരെ കാണിക്കത്തക്കവണ്ണം ക്യാമറ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയ സഹോദരൻ സുനിൽ കൊട്ടാരക്കരയാണ്. പ്രിയ സഹോദരനും മുടക്കം കൂടാതെ വന്ന് ഈ കാര്യം ഭംഗിയായി നിറവേറ്റുന്നു. അദ്ദേഹത്തിനുള്ള നന്ദിയും ദൈവനാമത്തിൽ അറിയിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് പ്രാർത്ഥിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടെ ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ടും ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ച് ഇവിടെ അവസാനിപ്പിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ സമയത്തിനായി ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുകയും അങ്ങേ സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവെ, ഈ മാധ്യമത്തിലൂടെ കർത്താവിൻ്റെ വചനം അനേകരോട് അറിയിപ്പാൻ കർത്താവ് ഈ നാളുകളുടെ സ്തോത്രം. ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവ് ചിലരുടെ ഹൃദയത്തിൽ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില ഹൃദയങ്ങളിൽ ആശ്വാസം പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കണമേ. നിരാശയിലും ദുഃഖത്തിലും വേദനയിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട ഹൃദയത്തിൽ ആശ്വാസം പ്രാപിച്ച് ധൈര്യപ്പെട്ട് കർത്താവിൽ സന്തോഷിപ്പാൻ അവരിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ശുശ്രൂഷകൾക്ക് കർത്താവ് സംബന്ധിപ്പാനായി കടന്നു വന്ന പ്രിയ സഹോദരന്മാരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ നിലയിലും അവരെയും കർത്താവ് സഹായിച്ചതിനായ സ്തോത്രം. തുടർന്ന് കർത്താവ് പേരിൽ പ്രശോഭിപ്പാൻ അവരെ കർത്താവ് ഇടയാക്കണമെന്ന് വിശേഷം പ്രാർത്ഥിക്കുന്നു. ഇത് തോള് കർത്താവ് സഹായിച്ചതിനായ സ്തോത്രം. അനുകൂലമായ എല്ലാ സാഹചര്യം കൃപയ്ക്കായ സ്തോത്രം. ദൈവപാദപ്പെടുത്തിങ്കിൽ അടിയങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. തോള് സഹായിച്ചതിനായി സ്തുതിക്കുന്നു. സർവ്വമഹത്വവും കർത്താവിന്. കർത്താവായ യേശു ക്രിസ്തുവെ വലിയൊരു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി പറയണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമായ കൂട്ടായ്മ സഹവാസവും കാവലും നാം ഏവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കർത്താവിൻ്റെ വരവിനായി ഭൂലോകമ്പാടും കാത്തിരിക്കുന്ന സകല വിശുദ്ധന്മാരോടെയും ഇന്നും എന്നേക്കും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.